ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ടാണ് കേട്ടോ. ഈ വീഡിയോ ഫസ്റ്റ് ഈ ക്യാപ്ഷൻ കണ്ടിട്ട് നിങ്ങൾ വന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് പ്ലീസ് ഇത്തിരി സമയം എടുത്ത് നിങ്ങളുടെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എടുക്കുക. കാരണം ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത്, നിങ്ങളോട് വളരെ ജെന്യൂൻ ആയിട്ടാണ് സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, LDC നമ്മളിപ്പം ഇങ്ങനെ പഠിച്ച് വരുവാണ്, കുറേ കുട്ടികളുണ്ട് നമ്മളോട് പഠിക്കാൻ. അതൊക്കെ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറയാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറയുന്നത് ഈ LDC LGS ഒക്കെ എക്സാം ഒക്കെ കഴിഞ്ഞു ഇപ്പോഴും എന്താണ് ഈ ഒരു എക്സാമിലോട്ട് 10th പ്രിലിംസ് എന്ന് പറയുന്ന വലിയൊരു അവസരത്തിലോട്ട് കടന്നു വരാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. കാരണം എനിക്കിത് പറയാൻ കാരണം ഞാനും ഇതുപോലെ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് തരാനോ ഇതിനൊന്നും ആരും വന്നിട്ടില്ല. അപ്പം ഞാൻ ആ സമയത്ത് അതായത് എൻ്റെ കൂടെ കമ്പൈൻസോട് ചെയ്ത ഫ്രണ്ട്സ് പോലും അവരുടെ എക്സാം ഇത്തിരി പാടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എന്നാലും കുഴപ്പമില്ലാതെ അവർ എഴുതി, എങ്കിലും അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും വന്നിട്ടില്ല ഈ ഒരു എക്സാമിലോട്ട് നന്നായിട്ട്. ആ ഒരു LDC പഠിച്ച ആ ഒരു എഫക്റ്റിലോട്ട് അവർ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ അടുത്ത എക്സാം നേടണം എന്നുള്ളൊരു ഇത് വന്നു. കാരണം എനിക്ക് കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു LDC. അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യണം. കാരണം ഈ എക്സാമിൻ്റെ അത് എന്തോന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതായത് നമ്മുടെ കട്ട് ഓഫും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ കിട്ടുന്നിടം, അതായത് നമുക്ക് വരുമല്ലോ, നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ വരും. അതിൻ്റെ വഴിക്ക് അത് വന്നോട്ടെ, നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി വീണ്ടും പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പം അത് വഴിക്കേ വിട്ടേക്കുക. അത് കിട്ടുമ്പം കിട്ടട്ടെ, ഓക്കെ, അടുത്ത വരുന്നു, എന്താണ് നമ്മുടെ ലിസ്റ്റ് വരുന്നു, ഷോർട്ട് ലിസ്റ്റ് വരുന്നു, അതൊക്കെ അതിൻ്റെ പ്രോസസ്സ് അങ്ങനെ നടന്നു പോകട്ടെ. നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ വരുന്ന എക്സാമുകളെല്ലാം കറക്റ്റായിട്ട് നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയത്. അപ്പം ഇപ്പോഴും അവർ പഠിക്കാൻ വന്നിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത്, കുറേ പേര് എന്നെ വിളിച്ചിട്ട്, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കുറേ പേര് വിളിച്ചിട്ട് ഭയങ്കര ഡെസ്പാണ്. ഇനി എന്തിനാണ് പഠിക്കുന്നത്, ഇത്രയും പഠിച്ചിട്ട് ഒന്നും ആയില്ല, ഇനി എന്തിനാണ്, എനിക്ക് വയ്യ എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവരോടെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം പക്ഷേ ആ രീതിയിൽ എനിക്ക് വരുന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അവർക്ക് ആ രീതിയിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറേ പേര് ഞാനിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാരണം ഇപ്പം ഞാൻ എങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പം ഇവരൊന്നും വിളിച്ചിട്ട് വരാതിരുന്നപ്പം, പഠിക്കാൻ വരാതിരുന്നപ്പം എനിക്ക് തോന്നിയ ഒരു ഇതാണ്, ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും. കാരണം എന്നെപ്പോലെ, അതായത് എൻ്റെ കൂട്ടുകാരെ പോലെ ഇരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും, അപ്പോൾ എനിക്കത് വിഷമം തോന്നി. പിന്നെയും ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും അവർക്ക് പിന്നെ നിരാശയായിരിക്കും ഫലം, ജീവിതത്തിൽ വളരെ നിരാശയായിരിക്കും ഫലം. അപ്പം അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് അവർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ ഉണ്ടാക്കിയതും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതും ഒക്കെ. മോട്ടിവേഷൻ വീഡിയോ ആണെങ്കിൽ എന്നെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടുവാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം അതുപോലെ തന്നെ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നവരുണ്ട്. അപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ഞാനൊന്നേ പറയുന്നുള്ളൂ, നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതം സ്പോയിൽ ചെയ്യാൻ നമ്മൾ തന്നെ ഒരു റീസൺ ആവരുത്. കാരണം പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പം ഇന്നലെ എൻ്റെ കുട്ടി സ്കൂളിൽ പോയില്ല. അതായത് അവന് ഇപ്പോൾ 2 ദിവസം കൊണ്ട് അവൻ സ്കൂളിൽ പോകുന്നില്ല, പനിയായിട്ട്. അപ്പം അവന് വീട്ടിലിരുന്നപ്പോൾ എന്നോട് ചോദിക്കുവാണ്, ഞാനപ്പം ഇങ്ങനെ വീഡിയോസും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്നോട് ചോദിക്കുവാണ്, ഉമ്മി എപ്പോഴാണ് ഇത്രയും നേരം ഇങ്ങനെ വെറുതെ ഞങ്ങളില്ലാത്തപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ എന്ന്, അത് ബോറടിക്കത്തില്ലേ ഉമ്മിക്കെന്ന് ചോദിക്കുവാണ്. ആ കൊച്ചുകുട്ടി ചോദിക്കുവാണ്. അപ്പം ശരിയാണ്, ഞങ്ങളില്ലാത്തപ്പോൾ ഇങ്ങനെ ബോറടിക്കത്തില്ലേ ഉമ്മിക്ക്, എപ്പോഴും ഇങ്ങനെ ഓരോ ജോലികളൊക്കെ അല്ലേ നമുക്ക് ഉമ്മിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എന്നോട് ചോദിക്കുവാണ്. അപ്പം ശരിക്കും അവന് പോലും മനസ്സിലാവുന്നുണ്ട് നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ജോലി ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെയും നമുക്കുള്ള ടാലൻറ്റുകൾ, നമുക്കുള്ള അതായത് ഒന്നുമില്ല, ഞാൻ പറയുമല്ലോ, എപ്പോഴും ഞാൻ പറയും, നമുക്ക് കുറച്ച് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടികളല്ലേ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചവരല്ലേ, നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടില്ലേ, നമ്മുടെ പേപ്പേഴ്സൊക്കെ പാസ്സാവാൻ വേണ്ടിയിട്ടും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വന്ന വഴികളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനി ഇതെല്ലാം നമ്മൾ വെറും ഒരു ഉപയോഗശൂന്യമായ ഒരു വസ്തുവായി മാറുന്നത് എന്തിനാണ്? നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവണം, നമുക്കും യൂസ് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു വിജയിച്ച ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു ഈ അവസരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏജ് ഓവറൊക്കെ ആയി കഴിയുമ്പോൾ
നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയൊരു വലിയൊരു മുന്നോട്ട് നോക്കുമ്പോഴും നിരാശയാണ്, പുറകോട്ട് നോക്കുമ്പോഴും എന്തെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ട് ഒന്നും ആയി തീർന്നില്ലല്ലോ, ഈ ജീവിതത്തിൽ നമ്മളൊന്നും ആയി തീർന്നില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിലിങ്ങനെ വരും. അപ്പം നമുക്ക് ഉള്ള അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. കാരണം പിന്നീട് എല്ലാവരുടെയും പരിഹാസത്തിന് പാത്രമായി തീരും നമ്മൾ പിന്നീട് പിന്നെ അന്നേരം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ. കാരണം ഈ അവസരങ്ങളില്ല, നമുക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, അങ്ങനെ ആയി മാറും. അപ്പം നമുക്ക് ആർക്കും ആരും നമ്മളെ നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മളെ ഉള്ളിൽ ഒതുക്കി ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് മാറും. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തി എനിക്കിത് നേടിയെടുത്തേ പറ്റൂ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം, മറ്റുള്ളവരെ സഹായിക്കണം. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 2 കാശ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു 10 കാശ് ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ, അതായത് എനിക്ക് തോന്നുന്ന, എനിക്ക് വിഷമമാണെന്നുള്ള ഒരു സിറ്റുവേഷൻ കാണുന്ന ഒരു ഫാമിലിയെ സഹായിക്കാൻ പറ്റും, ആരോടും ചോദിക്കാതെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും, എന്തോരം കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. എല്ലാ മാസവും കറക്റ്റായിട്ട് ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മറ്റുള്ളവർ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കും. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. അപ്പം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, എനിക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കാരണം ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കണം. എന്നെ എന്ത് പ്രയോജനം, ഞാൻ ഇങ്ങനെയൊക്കെ മതിയോ എന്നൊക്കെ നമ്മളോട് സ്വന്തമായിട്ട് നമ്മൾ ചോദിക്കണം. അപ്പം നമുക്ക് ആ ഒരു ഉത്തരം കിട്ടും. എനിക്കിത് പോരാ, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ശ്രമിച്ച് എനിക്കൊരു ലെവലിൽ എത്തണം, ഞാൻ എൻ്റെ കാലിൽ എനിക്ക് നിൽക്കാൻ പറ്റണം. കാരണം ഈ ചുറ്റുമുള്ളവരൊന്നും എന്നും നമ്മുടെ കൂടെ കാണുമെന്നുള്ളത് ഒരിക്കലും ഉറപ്പില്ല. കാരണം ഞാനിപ്പം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ പെട്ടെന്ന് ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും ബ്രദറും ഒരുമിച്ച് മരിച്ചു. അതായത് എൻ്റെ ഒരു ആക്സിഡൻറ്റാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. കാരണം ആ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡും ഒരു ബ്രദറേ ഉണ്ടായിരുന്നുള്ളൂ, ആ ബ്രദർ ഒരുമിച്ച് അങ്ങ് മരിച്ചു ആ ഒരു ആക്സിഡൻറ്റിൽ. ഒരു കുഞ്ഞുണ്ട്, ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അപ്പം അതിൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താണ്, അത് പക്ഷേ ഡിഗ്രി എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹസ്ബൻഡ് അങ്ങനെ വീട് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് താല്പര്യമില്ലാതായപ്പോഴത്തേക്ക് അത് എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പം മുന്നോട്ട് എന്നുള്ളത് ഇനി അതിനെ ഒരു ചോദ്യചിഹ്നം ആവുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. കാരണം ഇനി ആ കുഞ്ഞിനെ വളർത്തിയെടുക്കണം, ഇനി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ആ സിറ്റുവേഷൻ അത് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, പക്ഷെ അവർ നാളെ എപ്പോഴും മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം ഇല്ലെങ്കിൽ തന്നെ അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ, നമുക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ തന്നെയും അവർക്കൊരു ഹെൽപ്പ് ആവില്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്കൂടൊരു ജോലിയുണ്ട്, നമുക്കൂടൊരു വരുമാനം ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് തന്നെ നമുക്ക് ഇപ്പം ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് പോയി ആ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ അത് മൈൻഡ് കുറച്ചങ്ങ് ഇതാവും. അതല്ല, വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഭയങ്കരമാണ്, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ അതാണ് പറയുന്നത്, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വെറുതെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മളെ ശരിക്കും അങ്ങനെ ഒരു ജോലി കിട്ടി ഞാൻ ശരിക്കും പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു കാര്യം നമുക്കറിയാം. കാരണം നമ്മളെ അവർ മാക്സിമം ചൂഷണം ചെയ്യാനാണ് നോക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവർക്ക് നമ്മളെ പറഞ്ഞു വിടാം, എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാം. ശരിക്കും അതൊരു ഒരു സ്ഥിരമായിട്ടുള്ളൊരു ശാശ്വതമായിട്ടുള്ളൊരു ഇതല്ല. അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾക്ക് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അന്നേരം അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്. അത് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ അത്രയ്ക്ക് വേണ്ടി നമ്മുടെ ടാർഗറ്റ് അത്രയും വലുതാണ്. അപ്പം നമുക്കത് അച്ചീവ് ചെയ്യണം. പിന്നെ അവിടെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ആരും പറഞ്ഞു വിടത്തില്ല. അപ്പം അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഡിസ്മിസലോ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അത്രയ്ക്കും സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു ജോബാണ്. അതുകൊണ്ട് നമുക്ക് ഇത്ര കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എവിടെയും നമ്മൾ എത്തും, ഉറപ്പായിട്ടും എത്തും. അപ്പം എൻ്റെ കൂടെ വന്ന കുറേ പേര് ആ ഡേ 1 കുറേ പേര് എൻ്റെ ആ ഡേ 1 എന്ന് പറഞ്ഞിട്ടൊരു മോട്ടിവേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് അത് കണ്ടു. പക്ഷേ എത്രത്തോളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം കുറേ പേര് ചിലപ്പോൾ തുടങ്ങാനിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് പുറകോട്ട് പോയിട്ടുണ്ടാവും. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ തുടങ്ങിയിട്ട് പകുതി വഴിയിൽ പോയിട്ടുണ്ടാവും, കണ്ടിന്യൂ ചെയ്യാൻ ഉണ്ടാവത്തില്ല. പക്ഷേ എന്തിരുന്നാലും നിങ്ങളുടെ ലൈഫാണ് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് വലിയൊരു നിരയിൽ എത്താൻ പറ്റും. നിങ്ങളുടെ ലൈഫ് സെറ്റിലാവും.
ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തീവ്രമായിട്ടുള്ളൊരു ഒരു ആഗ്രഹം മനസ്സിൽ വരണം. ആ ആഗ്രഹം മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ നമുക്ക് അത് നേടിയെടുക്കാനുള്ള ആ ഒരു എന്താണ് ആ ഒരു ഓട്ടമായിരിക്കും നമ്മൾ അത് എനിക്ക് നേടണം, എനിക്ക് നേടിയേ പറ്റൂ. കാരണം ഇന്നലെ എനിക്ക് കുഞ്ഞിന് ഒന്നുകൂടെ വയ്യാതായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ആ ഡോക്ടർ ഗവൺമെൻറ് ഡോക്ടറിനെ വീട്ടിൽ പോയിട്ടാണ് കാണിച്ചത്. അപ്പം കാരണം നല്ല ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പം അങ്ങനെ വീട്ടിൽ പോയിട്ട് കാണിച്ചപ്പോൾ പുള്ളി ആ ഒരു ടാഗ് ഇട്ടേക്കുന്നു. അതായത് നമ്മളെ കേരള സർക്കാരിൻ്റെ ആ ഒരു ടാഗ് ആ പുള്ളി ഇട്ടേക്കുന്നു. പെട്ടെന്ന് ഞാൻ ഡോക്ടറെ നോക്കിയപ്പോഴത്തേക്കും ഈ ടാഗ് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കിയത്. കാരണം നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുകയാണ്, അത് വേണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോഴത്തേക്കും പുള്ളി ഇട്ടിരിക്കുന്ന ആ ടാഗ് കൂടെ കണ്ടിട്ട് എനിക്ക് പുള്ളിയോട് ഇങ്ങനെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തത്, എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കിയത്. അപ്പം എപ്പോഴും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ ചോദിക്കും, ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത് ഇങ്ങനെ ഗവൺമെൻറ് സർവീസിലുള്ള ഒരു ടാഗിലൊക്കെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാം, അങ്ങനെ പറയുമ്പോൾ അവർ പറയും ഒരു ടാഗ് ആണെന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ഒരെണ്ണം മേടിച്ച് തരാമെന്നൊക്കെ കളിയാക്കി പറയും. അപ്പോൾ ഞാൻ പറയും എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതല്ല വേണ്ടത്, നിങ്ങൾ എൻ്റെ ആ ഒരു എന്താണ് പറയുന്നത്, നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ആഗ്രഹമാണ്, ആ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ വളരെ ഈസി ആവും. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും എന്ത് പ്രതിസന്ധികൾ എൻ്റെ മുന്നിലേക്ക് വന്നാലും ഞാൻ എൻ്റെ എക്സാം എന്ത് പാടായാലും ഞാൻ വിജയിക്കും, ഞാൻ എങ്ങനെ നേടിയെടുക്കും എന്നുള്ളൊരു ചിന്ത വേണം. ഈ വിജയിച്ചവരുടെ മുഖത്ത് ഈ പുഞ്ചിരി ഉണ്ടല്ലോ, അതാണ്ട് ഈ നമ്മുടെ മനു ഭാക്കർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പുള്ളിക്കാരുടെ മുഖത്ത് ആ ചിരി ഉണ്ടോ, ആ ചിരിക്ക് പിന്നിൽ എത്രമാത്രം സ്ട്രഗിൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളിക്കാരി ആ ഒളിമ്പിക്സിലൊക്കെ ആ മെഡൽ നേടിയിട്ടുള്ളത്. അപ്പം 2 മെഡലാണ് നേടിയത്. അപ്പോൾ ആ ഒരു പുഞ്ചിരി നമുക്കും വേണ്ടേ? അങ്ങനെ ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയണ്ടേ? നമുക്കൊരു ജോലി കിട്ടും എന്നറിഞ്ഞിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറും ഒക്കെ കിട്ടിക്കഴിയുമ്പം നമ്മളൊന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ വൈകിട്ട് കുടിക്കുന്ന ആ ഒരു ഫീലിംഗ്, അത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എപ്പോഴും എവിടെ പോയാലും നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ടെൻസ്ഡ് ആണ്. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മളെപ്പോഴും ഈ കുട്ടികളുമായിട്ടും ഹസ്ബൻഡുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് എവിടെ ആയാലും ടൂർ പോയോ എന്തെങ്കിലും പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ഇന്ന് പഠിച്ചില്ലല്ലോ, അത് തീർത്തില്ലല്ലോ, ഇത് തീർത്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ നടന്നാൽ മതിയോ, എന്നെ കൊണ്ടൊരു ഇതും ഇല്ലല്ലോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ വായിൽ നിന്നൊക്കെ വീഴും. അപ്പോൾ അത് മതി, നമ്മുടെ മനസ്സിനെ അത് ഇതാക്കാൻ അത് മതി. പിന്നെ നമ്മളത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. അത് നമുക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമുക്കത് പുറത്ത് കാണിക്കാം. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എപ്പോഴും എവിടെ പോയാലും. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ജോലിയൊക്കെ കിട്ടിയിട്ട് ഒന്ന് സമാധാനമായിട്ട് ഒന്ന് സന്തോഷിച്ച് ഫുള്ളായിട്ടൊന്ന് എൻജോയ് ചെയ്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അത് എത്തിപ്പിടിക്കാൻ പ്രയാസമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയും എത്തിപ്പിടിക്കണം. ആ പിടിച്ചു കഴിഞ്ഞ് അബ്ദുൽ കലാം തന്നെ പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട്, നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രമാത്രം സന്തോഷകരമായിരിക്കും നമ്മുടെ ആ വിജയം കൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പം നമ്മൾ ആ രീതിക്ക് അനുസരിച്ച് വർക്ക് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ ഇനി വരാനുള്ളവർക്കെന്നല്ല, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളിങ്ങനെ ഇനി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് നേടാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ കിട്ടുന്നത് നമുക്ക് വളരെ റെയർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെ ലക്കാണ്. അപ്പം അതിന് നമ്മൾ പ്രയോജനപ്പെടുത്തുക, അതിനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം നേടാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം കിട്ടിയൊരു അവസരമാണ്, എനിക്ക് അതേ നിങ്ങളടുത്ത് പറയാവുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ഇത്രയും പഠിച്ചവർ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവർക്ക് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് നല്ലൊരു ട്രാക്കിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റും. ഇത്രയും സമയം എടുക്കത്തില്ല. പുതുതായിട്ട് വരുന്നവർ കറക്റ്റ് ട്രാക്കിലൂടെ നന്നായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവരായ ഇവർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റും. അതുപോലെ കല്യാണം കഴിക്കാത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോലി മേടിച്ചിട്ട് കെട്ടുക. അത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനുള്ള തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം മാരേജ് കഴിഞ്ഞിട്ട് പഠിക്കാനും അല്ലെങ്കിൽ 2 ഫാമിലിയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. നമ്മുടെ വീട്ടുകാരെ നമ്മൾ കൊണ്ടുപോകണം, ഹസ്ബൻഡ് വീട്ടുകാരെയും കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ ഇഷ്ടവും അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളിപ്പം ഒറ്റയ്ക്കുള്ള സമയത്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വരും, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ടച്ചും എല്ലാം പോകും. അപ്പം നിങ്ങൾ അതിന് മുന്നേ ജോലി മേടിക്കാൻ നോക്കുക. പിന്നെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ കെട്ടുന്നതിന് മുന്നേയൊക്കെ ജോലി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗവൺമെൻറ് ജോലിയുള്ള ഒരു ആൺകുട്ടിയുടെ മാട്രിമോണി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, അവന് യൂണിവേഴ്സിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവന് അത് വെച്ചിട്ട് മാട്രിമോണിയിൽ ഇട്ടപ്പോഴത്തേക്കും അവന് ഒത്തിരി പ്രപ്പോസലാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അപ്പം സെലക്ട് ചെയ്തവർക്ക് എടുക്കാൻ പറ്റും. കാരണം അത്രത്തോളം ഇതാണ് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നത്. ആ ഒരു സ്ഥിര വരുമാനമുള്ള ഒരു
പയ്യനാണെന്നുണ്ടെങ്കിൽ ആ പയ്യന് കൊടുക്കുന്ന അത്രത്തോളം ഇതാണ്. അപ്പം ആ ഒരു വില നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ വിജയത്തിന് വേണ്ടി മാക്സിമം ഇനി ആരെങ്കിലും പുറകോട്ട് നിൽക്കരുത്. ഇനി 1.5 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ, 1.5 മാസം. അപ്പോൾ ഇനി നിങ്ങളൊന്ന് പുറകോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം 1.5 മാസം പോലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാതെ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനിയും ആരെങ്കിലും മടിച്ച് നിൽപ്പുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ തുടങ്ങുക. ഞാൻ ഈ ഒരു ടൈം ടേബിൾ പോകുന്നത് എനിക്ക് പാസ്സാവണമെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിലാണ് ഈ ടൈം ടേബിൾ ഇടുന്നതും ഞാൻ കൊണ്ടുപോകുന്നതും ഇത് കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്ന് പോകാൻ പറ്റുവാണെങ്കിൽ മാത്രം, അല്ലാതെ ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നില്ല. പിന്നെ ഈ വീഡിയോസിനെ കുറിച്ചുള്ള കമൻസും പ്ലീസ് നിങ്ങളൊന്ന് ഇടണം. കാരണം എനിക്ക് നിങ്ങൾ തിരിച്ച് റിപ്ലൈ തരുന്നത് എനിക്കറിയാൻ പറ്റുന്നത് നിങ്ങളുടെ കമൻസിലൂടെയും ലൈക്കിലൂടെയും ഒക്കെയാണ് എനിക്കറിയാൻ പറ്റുക. ഇതൊരു ഓൺലൈൻ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ അല്ല. അപ്പം ഞാൻ പക്ഷേ നിങ്ങളുടെ അടുത്ത് ലൈവിൽ സംസാരിക്കുന്നത് പോലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ആവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇതുപോലെ ഒരു സെക്രട്ടേറിയറ്റിലോ ഒരു നിയമസഭയിലോ ഒക്കെ ഉള്ള ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം തന്നെ അത് മാറ്റും. അതുകൊണ്ട് നിങ്ങൾ കഴിവതും നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഇനിയെങ്കിലും നിങ്ങൾ മുന്നോട്ട് വരിക. ഇനി ഡെസ്പായി നിന്നാലോ എൻഗേജ്ഡ് ആയിട്ട് നിന്നാലോ എൻ്റർടൈൻമെൻറ്റിനോ ഇനി സമയമില്ല, ഒട്ടും സമയമില്ല. ഇനി 1.5 മാസമേ ഉള്ളൂ. ആ 1.5 മാസം എൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇതിനകത്ത് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ, ആഗ്രഹമുള്ളവർ മാത്രം. ഇതുവരെ ഞങ്ങൾ 12 ദിവസത്തേക്ക് ഇപ്പോൾ പഠിച്ചു വന്നു. കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഈ ഒരു വട്ടം SCRT ചെയ്തു. SCRT ഞങ്ങൾ ഫുൾ പഠിച്ചു വന്നു. ഇനി ബയോളജിയും കൂടെ തീർക്കാനുള്ളൂ. അപ്പോൾ അത്രയും പഠിച്ചു വന്നു. പക്ഷേ ഇനിയും ഞങ്ങൾ റാങ്ക് ഫെയിലോട്ട് കിടക്കും. വീണ്ടും ഈ SCRT വീണ്ടും റിവിഷൻ ചെയ്യും. അപ്പം നിങ്ങൾക്ക് വീണ്ടും കയറി വരാം. നിങ്ങൾക്ക് അവസരം ഇപ്പോൾ ഉണ്ട്. ഇനി അവസരം ഉണ്ടായി, ഇനി ഈ അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഈ വീഡിയോ കാണാൻ പറ്റിയത് തന്നെ നിങ്ങളുടെ ലക്കായിട്ട് കരുതുക. ഈ വീഡിയോ കാണാൻ പറ്റിയത് തന്നെ കാരണം നിങ്ങളുടെ ഒരു ജീവിതത്തിലെ വഴിത്തിരിവായിട്ട് നിങ്ങൾ കാണുക. കാരണം ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു വീഡിയോയോ ഞാനൊന്നും കാണാൻ ഇടയായിട്ടില്ല. അപ്പം നിങ്ങളിത് കണ്ടത് തന്നെ നിങ്ങളൊരു ലക്കായിട്ട് കരുതുക. എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഇത് കാണാതെ ഇതിനെ വിട്ട് കളഞ്ഞ് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് നമ്മുടെ ഓരോ പ്രവൃത്തി അനുസരിച്ചാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. പിന്നെ നമ്മൾ മാക്സിമം മറ്റുള്ളവരോട് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും നമ്മളാണ് ശരി, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഒരാളുടെ എൻ്റർലി വ്യത്യാസമായിട്ടാണ് ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റർലി വ്യത്യാസമാണ്. കാരണം അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഒത്തുപോകാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഒരേ വൈബുള്ളവരെ ഓക്കെയാണ്. പക്ഷെ അത് അങ്ങനെ വൈബുള്ളവരെ ഒരിക്കലും നമ്മുടെ ഒരു ഫാമിലിയിൽ ഒത്തുവരണമെന്നില്ല. നമ്മുടെ ഫാമിലിയിൽ ഒത്തുവരണം പല സ്വഭാവമുള്ളവരായിരിക്കും പല ആൾക്കാരും. പക്ഷേ ഇവരുടെ സ്വഭാവം നമുക്കിപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. അപ്പം പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇറിറ്റേറ്റീവ് ആവണമെങ്കിൽ നമ്മൾ ശാന്തമായിട്ട് അവർ പറയുന്ന എല്ലാം ഓക്കെയാണ് അത് തന്നെയാണ് ശരി എന്നങ്ങ് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ അവർ ആ ഒരു ദേഷ്യപ്പെടുന്ന സമയത്ത് അവർ പറയുന്നതെല്ലാം അവർ ജയിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരെല്ലാം ശരിയാണെന്ന് വെക്കുന്നതുമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് എന്ത് തന്നെ നമ്മളെ ന്യായീകരിച്ചാലും ഞാൻ ദേഷ്യം വരുമ്പോൾ ഉള്ള സമയമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ നമ്മളെ ന്യായീകരിച്ചാലും അവർക്കത് മനസ്സിലാവണമെന്നില്ല. അവർ ഒരിക്കലും ചെവിക്കൊള്ളതില്ല. സോ അതുകൊണ്ട് അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്തുമ്പോഴത്തേക്ക് അവരൊക്കെ ശാന്തമാവും. പിന്നീട് നമുക്ക് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം പിന്നീട് കുറേ കഴിഞ്ഞ്. അപ്പോൾ അല്ലാതെ അവർ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ആ കാര്യത്തെ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. കാരണം അവർക്കത് മനസ്സിലാത്ത ഈ ഒരു കോൺവെർസേഷൻ ഒത്തിരി അങ്ങ് വളരെ വലുതായി പോവുകയും പിന്നെ അതുകൊണ്ട് നമുക്ക് മൈൻഡ് ഡെസ്പാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആരോട് ദേഷ്യപ്പെടാതിരിക്കുക. അത് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാമായിട്ട് ഇന്ന് അതങ്ങ് കേൾക്കുക. ഓക്കെ, കാമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാം ഇവർ പറയുന്നൊന്നും ശരിയല്ല, പക്ഷേ എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ മൈൻഡിനെ ഞാൻ പറഞ്ഞങ്ങ് തണുപ്പിക്കുക. എന്നിട്ട് അവർ പറയുന്നത് പക്ഷേ അത് അവർക്ക് ഫീൽ ചെയ്യരുത്. അവർ പറയുന്നത് ഓക്കെയാണെന്ന് നമ്മളങ്ങ് വിചാരിക്കുക. ഓക്കെയാണെന്ന് നമ്മളങ്ങ് വെക്കുന്ന പോലെ ചെയ്യുക. പിന്നീട് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് തന്നേ ഉള്ളൂ. ഓക്കെ, കാരണം ഇങ്ങനെ നമ്മൾ ദേഷ്യപ്പെടാനും അതായത് ഇതാക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയവും പോവും, നമുക്ക് പഠിക്കാനുള്ള ഒരു മൂഡും കിട്ടത്തില്ല. നമ്മുടെ മൈൻഡ് ഫുൾ ഡെസ്പാവും. പിന്നെ കുറേ ദിവസത്തേക്ക് അങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് ഈ ഒരു പരീക്ഷ ടൈമിൽ ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.
അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ് പറയാനുള്ളത്, ഞാൻ എല്ലാ ദിവസവും ഞാൻ മോട്ടിവേഷനുമായിട്ട് ഞാൻ വരാറുണ്ട്. എല്ലാ ദിവസവും ഓരോ ഇന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നാളെ ഇനി പഠിക്കാനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ഥിരം എല്ലാ ദിവസവും ഇങ്ങനെ മോട്ടിവേഷനുമായിട്ട് ഞാൻ വരാറുണ്ട്. ഞാൻ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കാരും ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത ക്ലാസ്സിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ചാൻസ്, ഞാൻ ചെയ്തു തരുന്ന ഈ ഒരു കാര്യം നിങ്ങളത് ചെറുതായി കാണരുത്. അപ്പോൾ പ്ലീസ് കാണുന്നവരൊന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലോ ഒരു ലൈക്ക് ചെയ്താലോ ഒരു കമൻറ്റ് ചെയ്താലോ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എനിക്കത് വളരെ വലിയൊരു സന്തോഷമാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു പ്രചോദനമാണ്. ഓരോ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കിട്ടുന്ന സമയങ്ങളിലെല്ലാം. അപ്പം നിങ്ങൾ പ്ലീസ് അതൊക്കെ ഒന്ന് ചെയ്തേക്കോട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നവരാണെങ്കിലും ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നമ്മുടെ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും പ്ലീസ് ഇതൊന്ന് കേൾക്കുക. നമ്മുടെ സമ്മറിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ഒരു 2 ആഴ്ച നമ്മൾ എന്താണ് പഠിച്ചത്, ഈ ഒരു 12 ദിവസം നമ്മൾ എന്താണ് പഠിച്ചതെന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഞാനൊന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ സമയം നമ്മുടെ വീഡിയോയിൽ എന്തായി പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഫുൾ NCERT ചാപ്റ്റർ പഠിച്ചു. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ കേരള ജോഗ്രഫിയിൽ നമ്മൾ ഇതുപോലെ തന്നെ ക്ലാസ് 5ലെയും ക്ലാസ് 6ലെയൊക്കെ കേരള കരയിൽ കേരള മണ്ണും മനുഷ്യനും മഴയും എന്നുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു. പിന്നെ കേരള ഹിസ്റ്ററിയിൽ നവകേരളം സൃഷ്ടിക്കായി, പിന്നെന്താണ് കേരളം ആധുനികതയിലേക്ക് അത് പഠിച്ചു. പിന്നെ അത് ഫുള്ള് പഠിച്ചു. അപ്പം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയും കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നോക്കി. ജനാധിപത്യ അവകാശങ്ങൾ, നമ്മുടെ ഭരണഘടന, നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, തെരഞ്ഞെടുപ്പും ജനാധിപത്യവും അത്രയും നോക്കി. ഓക്കെ, പിന്നെന്താണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയിട്ടുണ്ട്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ചെറുത്തുനിൽപ്പുകളും, 1ാം സ്വാതന്ത്ര്യ സമരവും, ഇന്ത്യൻ പുതുയുഗത്തിലേക്ക്, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, പിന്നെന്താണ് സംസ്കാരവും ദേശീയതയും, ബ്രിട്ടീഷ് ചൂഷണവും, ചെറുത്തുനിൽപ്പുകളും, സമരവും സ്വാതന്ത്ര്യവും, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് പറ്റുന്നതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിടുന്ന ഈ NCERT ചാപ്റ്റേഴ്സിന്റെ വീഡിയോ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നല്ല രീതിയിലാണ് PYQ ചേർത്തിട്ട് ഞാൻ കാണുന്ന PYQs ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്തേക്കോ കേട്ടോ. പിന്നെ NCERT സയൻസ് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും തീർത്തു. ഫിസിക്സിൻ്റെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. ഇതിനകത്തെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ PDF ടെലഗ്രാമിൽ ഞാൻ തരും. ഓക്കെ, അപ്പം കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഫിസിക്സിൻ്റെ. പിന്നെന്താണ് കെമിസ്ട്രിയുടെയും കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു. പിന്നെ കറണ്ട് അഫേഴ്സ് കൂടെ കൊണ്ടുപോകുമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സും മാക്സും കൂടെ കൊണ്ടുപോയി അല്ലേ. അപ്പോൾ കറണ്ട് അഫേഴ്സ് വന്നിട്ട് നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്? പാരീസ് ഒളിമ്പിക്സ്, ചന്ദ്രയാൻ 1, 2, 3, ആദിത്യ, ഏഷ്യൻ ഗെയിംസ്, നോബൽ പ്രൈസ് 23, 24 പഠിച്ചു. അന്താരാഷ്ട്ര സംഘടനകളും മേധാവികളും, ഏറ്റവും പുതിയ ഭരണഘടനകൾ, സ്റ്റേറ്റ് ഫിലിം അവാർഡ്, പിന്നെന്താണ് ഓസ്കാർ, നാഷണൽ ഫിലിം അവാർഡ്, കേരള മന്ത്രിസഭയും കേന്ദ്ര മന്ത്രിസഭയും പഠിച്ചു. ലോക്സഭാ ഇലക്ഷൻ പഠിച്ചു. G20 പഠിച്ചു. FIFA പഠിച്ചു. MS സ്വാമിനാഥൻ, പിന്നെന്താണ് ടെന്നീസ് ഓപ്പൺ ആണ് പഠിച്ചത് കേട്ടോ. പിന്നെ മാത്സ് ഒരു പാർട്ടിൽ നമുക്ക് ഏതാണ് നമ്പേഴ്സും LCയും HCFും ഭിന്നസംഖ്യകൾ, പിന്നെ എന്താണ് ഡെസിമൽ നമ്പേഴ്സ്, പിന്നെ അടുത്ത ഭാഗത്തിലെ അതായത് മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്തിലെ ഏതാണ് സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, പിന്നെ അർത്ഥവത്തായ രീതിയിലുള്ള പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാണെ കണ്ടെത്തൽ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ, ശ്രേണികൾ, പിന്നെ സ്ഥാനനിർണ്ണയം. ഇത്രയായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്. അത് പാരലായിട്ട് നമ്മൾ കൊണ്ടുപോകായിരുന്നു. ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് അടിക്കും കേട്ടോ. കറണ്ട് അഫേഴ്സും മാത്സ് ഇതുപോലെ തന്നെ റിപ്പീറ്റ് അടിക്കും തീർന്ന ശേഷം. അപ്പം അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ PYQ ചെയ്യുന്ന സമയത്ത് നമ്മൾ PYQയിലോട്ട് മാത്സിൻ്റെ PYQs ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരുടെ ബുക്കിൽ എടുത്തിട്ട് നമ്മൾ എന്തൊക്കെയാണോ തീർത്തത് അതെല്ലാം ടിക്ക് ചെയ്തിടുക. അപ്പോൾ തീർക്കാനുള്ളത് പെൻഡിങ് ആയത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സർക്കിൾ ചെയ്തിടുക. എന്നിട്ട് എപ്പോഴാണോ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നത്, ഒരു ദിവസം പഠിച്ചിട്ട് ഫ്രീ ടൈം കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു എക്സ്ട്രാ ടൈം തരുന്നത്, ഇന്ന് ഞാൻ എക്സ്ട്രാ ടൈമാണ് തന്നത്, അപ്പം അങ്ങനെ തരുന്നത് ആ സമയത്ത് ആ തീർക്കാനുള്ള പോർഷൻസ് തീർക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, റിവിഷൻ വരുന്ന സമയത്ത് നമുക്ക് നോട്ട് ചെയ്യാനായിട്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ നോക്കാത്ത ചാപ്റ്ററാണ്, അപ്പോൾ ഇത് നല്ലപോലെ നോക്കണം എന്നുള്ളത് നമുക്കത് നന്നായിട്ട് മനസ്സിലാവും ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, NCERT ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിടുക. പിന്നെ കറണ്ട് അഫേഴ്സ് നമ്മൾ നെക്സ്റ്റ് ഈ ബയോളജി കഴിഞ്ഞിട്ട് NCERT ബയോളജി കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മുടെ കൂടെ വന്നവർ എന്താ ചെയ്യേണ്ടത്, ഈ 2 ദിവസം എടുത്തിട്ട് പെൻഡിങ് ടോപ്പിക്കും എല്ലാം റിവിഷൻ ചെയ്ത് കറക്റ്റായിട്ട് എല്ലാം തീർത്തിട്ട് നമ്മൾ മൺഡേയിൽ ബയോളജി പഠിക്കാനായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ മൺഡേയിൽ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം ടോപ്പിക്കൊക്കെ ഇടുന്നതായിരിക്കും. അടുത്ത മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പം ഞങ്ങളുടെ കൂടെ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ആകുക കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ PSC EC കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്താലും മതി, അങ്ങനെയും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൺഡേ മുതൽ നിങ്ങൾക്ക് തുടങ്ങാം കേട്ടോ. പിന്നെ ഇന്ന് സാറ്റർഡേ സൺഡേ റിവിഷൻ ഡേ ആണ്, അതുകൊണ്ട് മൺഡേ മുതൽ തുടങ്ങാം. നമ്മുടെ ബയോളജിയും എടുത്ത് കഴിഞ്ഞിട്ട് റാങ്ക് ഫയലിലോട്ട് കിടക്കുന്നതായിരിക്കും കേട്ടോ. പാരലായിട്ട് എന്താണ് കറണ്ട് അഫേഴ്സും മാത്സും കൊണ്ടുപോകും. പിന്നെ പുതിയ NCERT ചാപ്റ്ററോടെ നമ്മൾ എടുത്തു പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാൻ മാക്സിമം നമ്മളെ കട്ടയ്ക്ക് നിന്ന് തുടങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കി വെച്ചേക്കണം കേട്ടോ. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഞാനിടുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ക്ലാസ്സുകളും മോട്ടിവേഷനും ഒന്നും മിസ്സാവത്തില്ല. അതുകൊണ്ട് ഒന്ന് അതൊന്ന് ഓൺ ആക്കി വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു.